ശ്രീ വിനു ജോർജ് കുഴിമണ്ണിൽ. സർ, കേരളത്തിൻ്റെ സമ്പദ്ഘടനയുടെ നട്ടെല്ലാണ് വിദേശ മലയാളികൾ, പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിൽ ജോലി ചെയ്യുന്നവർ. പക്ഷേ ഒരു ഉത്സവ സീസണിലോ മറ്റ് സമയങ്ങളിലോ വിദേശ മലയാളികളെ ചൂഷണം ചെയ്തുകൊണ്ടാണ് പല എയർ ഫ്ലൈറ്റ് കമ്പനികളും ടിക്കറ്റ് ചാർജ് അന്യായമായിട്ട് കൂട്ടുന്നത്. ഇത് അവർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. അതിനുവേണ്ടി അത് തടയിടുവാനായി നമുക്ക് സ്വന്തമായിട്ട് എയർ ഫ്ലൈറ്റ് ആരംഭിക്കുകയോ അല്ലെങ്കിൽ അത്യാവശ്യം ഇതിൻ്റെ തുടക്കത്തിന് വേണ്ടി നമുക്കൊരു ചാർട്ടർ ഫ്ലൈറ്റ് ഇവർക്ക് വേണ്ടി ആരംഭിക്കുകയോ ചെയ്യാൻ കഴിയുമോ? ശരി, ഇത് വളരെ ഗൗരവതരമായൊരു വിഷയമാണ്. സംസ്ഥാനത്ത് നിന്ന് വിജയിച്ചിരിക്കുന്ന MP-മാർ പാർലമെൻറ്റിലുമെല്ലാം നിരന്തരമായി ഉന്നയിക്കുന്ന വിഷയമാണ്. സീസണിൽ നമ്മുടെ ഈ പാവപ്പെട്ട മനുഷ്യർക്ക് കുടുംബത്തോടു കൂടി നാട്ടിൽ വരാൻ കഴിയാത്ത ഒരവസ്ഥയാണ്. വലിയ ചാർജാണ് ഈ വിമാനക്കൂലിയായിട്ട് ഏർപ്പാടാക്കുന്നത്. മത്സരിക്കുകയാണ്, എല്ലാവരും കൂടി ചേർന്ന് മത്സരിക്കുകയാണ്. നമുക്ക് അതിനൊരു പകരം സംവിധാനം വേണം. അത് ഏത് വിധത്തിലാണെന്ന് ഗവൺമെൻറ് അത് ആലോചിച്ചിട്ടില്ല. സ്വന്തമായി എയർലൈൻ തുടങ്ങുന്നതിനെക്കുറിച്ച് ഈ സർക്കാർ ആലോചിച്ചിട്ടില്ല. വെറുതെ വേണമെങ്കിൽ പറയാം, പരിശോധിക്കണമെന്ന്. ആലോചിച്ചില്ല. മാത്രമല്ല, നമ്മൾ എയർലൈൻ ബിസിനസ് ശ്രദ്ധിക്കണം. ഇൻ്റർനാഷണൽ എയർലൈൻ ബിസിനസ് നമ്മൾ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി പോവാണ്. കാശില്ലാത്ത കാലത്ത് ഇനി അതുകൂടി തുടങ്ങി ഒരു അവതാളത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല നമുക്കത്. പക്ഷേ ബഹുമാനപ്പെട്ട അംഗം ഉന്നയിച്ച വിഷയം ഗൗരവമാണ്. നമുക്ക് ഓൾട്ടർനേറ്റീവായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ആ സീസണിൽ പാവപ്പെട്ട മനുഷ്യരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ചാർട്ടേഡ് ഫ്ലൈറ്റ്സ് വല്ലത് ആലോചിക്കാൻ പറ്റുമെന്നുള്ള സാധ്യതകൾ നമുക്ക് ആരായാം. നമുക്കത് ഒരു പരിഹാരം ഉണ്ടാകണം. പാവപ്പെട്ട മനുഷ്യർ അവിടെ കൊടുന്ന് അധ്വാനിക്കുന്ന പൈസ മുഴുവൻ അതിൻ്റെ ഒരു 50% ഫ്ലൈറ്റ് ചാർജായിട്ട് കൊടുത്ത് തിരിച്ചു വരിക എന്ന് പറയുന്നത് അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നമുക്ക് ആലോചിക്കാം. ശ്രീ വിനു ജോർജ് കുഴിമണ്ണിൽ. സർ, കേരളത്തിൻ്റെ സമ്പദ്ഘടനയുടെ നട്ടെല്ലാണ് വിദേശ മലയാളികൾ, പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിൽ ജോലി ചെയ്യുന്നവർ. പക്ഷേ ഒരു ഉത്സവ സീസണിലോ മറ്റ് സമയങ്ങളിലോ